അപ്പോൾ ഗൈസ് നമ്മളിന്ന് പുതിയൊരു കിച്ചൺ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ പോണില്ല, കാരണം അന്ന് ഫുഡ് ഉണ്ടാക്കിയതോടെ വൈഫിന് അടുക്കളയിൽ കയറണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഫുഡ് കുഴപ്പമില്ലായിരുന്നു, അച്ചിങ്ങത്തന്നെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈഫ് മാത്രം ചെയ്യാൻ കണ്ടുപഠിച്ചാൽ മതി, കണ്ടുപഠിക്കാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇന്നത്തെ വീഡിയോ. കട്ടേ അപ്പോ കത്തിന്തേ ഇത് എന്താ ഉണ്ടാക്കുന്നത്? ഉണക്കച്ചെമ്മീനും മുരിങ്ങാക്കോലും കൂടിയുള്ള കറി. ഉണക്കച്ചെമ്മീനും മുരിങ്ങാക്കോൽ കറി അല്ലേ? എത്ര ഇതെടുത്തു മുരിങ്ങാക്കോല്? ഒരു മുരിങ്ങാക്കോല്, ഒരു മുരിങ്ങാക്കോല്, കുറച്ച് ഉണക്കച്ചെമ്മീൻ, 2 പച്ചമുളക്, ഒരു അര തക്കാളി, അര സവോള, എല്ലാം കഴുകി വെച്ചേക്കോട്ടോ. മുറിക്കണ കാണിച്ചു കൊടുക്കണ്ടല്ലേ? ഞാൻ മുറിച്ച് കഴുകി വെച്ചതാണിത്. അപ്പം ആദ്യം തന്നെ ചട്ടിയിലോട്ട് ഇത് തേങ്ങ അരച്ച് വെച്ചേക്കുക. ആദ്യം തന്നെ ചട്ടിയിൽ അരമുറി, ചെറിയ തേങ്ങ അരമുറി, മുരിങ്ങാക്കോലും, തക്കാളി, സവോള, പച്ചമുളക്, ചെമ്മീൻ. സിമ്പിൾ. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്? സിമ്പിൾ ആണോ? പെട്ടെന്നാവോ? ഇതെന്താ ഇടുന്ന? മഞ്ഞപ്പൊടി. പറഞ്ഞു. കുറച്ച് മഞ്ഞപ്പൊടി. എനിക്കങ്ങനെ പാചകമായിട്ട് പറഞ്ഞു തരാനുള്ള കഴിവൊന്നുമില്ല. ഞാൻ വെക്കുന്നത് ടേസ്റ്റാണ് ഫുഡ്. വെള്ളം ഒഴിക്കണല്ലേ? വെള്ളം എത്ര? കുറച്ച് മതിയോ? കുറച്ച് വെള്ളം. ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല കുക്കിങ്ങിനെ പറ്റി. ഞാൻ വെക്കുന്നത് കാണിച്ചു തരാം. ഇത് ഗ്യാസ് ഓൺ ആക്കണം കേട്ടോ, എന്നാലാവുള്ളൂ. ലൈറ്റ് നീ ഒന്ന് ഇറങ്ങിയിരിക്കും താഴെ. നമ്മളെ മോള് പായസം കുടിക്കുക. പായസം കുടിക്കുന്ന ഇത് ഞാൻ നിന്നോട് പറഞ്ഞില്ല. ഞാനിപ്പൊ തുടയ്ക്കുമ്പോ ഇവിടെ വെച്ചതാണ്. കൊണ്ടാ ഇവളാണ് അതെടുത്ത് അവിടെ വെച്ചത്. പായസം തിന്നാൻ വേണ്ടി ഇതിന്റെ മീതെ കയറിയിരിക്കാൻ വേണ്ടി. ഗ്യാസ് കത്തിച്ചു. കുറച്ച് ഉപ്പും കൂടി ഇടണം. ഉപ്പ് എങ്ങനെ? ഒരു സ്പൂൺ. അപ്പോ ഇതിന് എന്ത് ചെയ്യണോ? ഇളക്കണോ? അത് അടച്ചു വെച്ച് കുറച്ച് വേവിക്കുക. കഴിഞ്ഞത് ഞാൻ അടിച്ചു വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട. അതിനുശേഷം ഇത് തേങ്ങ നല്ലവണ്ണം നല്ല നൈസായിട്ട് അരച്ച് വെച്ചതാണ്. അത് വെന്ത് വരുമ്പോഴേക്കും ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും വരാം. അടുത്ത ഇതിന്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളതും കൂടി നോക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. 7:40 നമ്മൾ അടിച്ചു വെച്ചത്. അപ്പോൾ ഇപ്പോൾ 7:48. അപ്പോൾ ഇതിനി നമുക്കിനി തുറന്ന് നോക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനായിരുന്നു തുറന്ന് നോക്കി. അപ്പോൾ എൻ്റെ കൈ നന്നായി പൊള്ളി. എൻ്റെ ഐസൊക്കെ വെച്ചിട്ടാണ് പോയത്. പിന്നെ വൈഫ് തുറക്കാനാണ് പ്ലാൻ. അപ്പോൾ എന്താവും ഇത് തുറന്നാൽ? എക്സൈറ്റഡ് ആണോ? ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. അപ്പോൾ വാ. ഇത് തുറക്കൽ ചടങ്ങാണ്. നമ്മൾ ദമ്മ്, ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കണ കണ്ടിട്ടുണ്ട് നിങ്ങൾ? അതേപോലെ വൈഫ് പറയാ ചളി ഇങ്ങനെ അടിക്കല്ലേ. വാ, നീ അതിൻ്റെ അടുക്ക് ചോറ് ഇതാക്കുമ്പോന് അങ്ങനെ തുറക്കുകയാണ് ഗൈസ്. ഓ, അപ്പോൾ നേരത്തെ വെച്ചതിൽ നിന്ന്
നല്ല വ്യത്യാസം ഉണ്ടല്ലേ. അത് പിന്നെ ഉണ്ടാവില്ലല്ലേ. എന്താ പറഞ്ഞ പിന്നാണ്ടിരിക്കാൻ. അപ്പൊ ഇതെല്ലാം വെന്തിട്ടുണ്ട്. ആ ഇനി എന്താ ചെയ്യണ്ടേ? 10 മിനിറ്റ് മതിയല്ലേ? 8 മിനിറ്റ് ആയിട്ടുള്ളൂ. ആ വെന്ത് കിട്ടിയിട്ടുണ്ട്. തേങ്ങ തേങ്ങ അരച്ച് വെച്ചത് ചേർക്കണം. ആ ഫോക്കസ് പോയി. അയ്യോ ആ ഓക്കെ. ഇത് തേങ്ങ അരച്ചത് കഴിച്ചല്ലേ? തിളക്കണം. ഇതിന് തിളക്കണം. ഉപ്പ് ഉണ്ടോ? കുറച്ചും കൂടി ഇടണോ? അപ്പൊ കുറച്ചും കൂടെ ഉപ്പ് ഇടണമെന്നാ പറയണേ. ഇത്തിരി ഉപ്പ് നേരത്തെ ഇട്ടതിന് കുറച്ച് കൂടെ ഇട്ടാൽ മതി. വെള്ളം വീണ്ടും ഒഴിക്കണം അല്ലേ? കുറച്ചും കൂടി. ഈ കളർ തന്നെയാണ് ഉണ്ടാവുക. ഇനി തിളച്ച് വരണം. മഞ്ഞപ്പൊടിയും കുറച്ച് കുറവുണ്ട്. നേരത്തെ ഉപ്പ് കുറച്ച് കുറഞ്ഞിരുന്നില്ല, അതുപോലെ മഞ്ഞപ്പൊടിയും കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെ ഐഡിയ ഒക്കെ ചെയ്താൽ മതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും കൂടെ ഇതിട്ടിട്ട് ഒന്നും കൂടെ ഇങ്ങനെ ഇളക്കുക. കറി ഇത് താളിക്കണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ വേണ്ടേ? ഇതില് ഉള്ളി, വേപ്പില, ഉണക്കമുളക് ഇതെല്ലാം കഴുകിയിട്ട്. ഈ ഉള്ളി എത്ര എടുത്ത്? 3 ഉള്ളി, 2 ഉണക്കമുളക്, കുറച്ച് വേപ്പില കഴുകി വെച്ചേക്കും. അത് അപ്പൊ ഇത് വാട്ടണോ? അതിനൊരു പ്രത്യേക തരം ചട്ടിയും വെറൈറ്റി ചട്ടി. കാരണം ഇതിന്റെ ഇത് പറഞ്ഞു കൊടുത്ത നീ പിടിക്കണ്ട കൊള്ളൂല്ലേ? ഇതെല്ലാ വീട്ടിലും ഉള്ളതാണ്. നിങ്ങൾ കാണാത്തതിനാ. എന്നാലും കാണാത്തവരുണ്ടാവില്ലേ? ഉണ്ടാവില്ല. ഇടക്കിടക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് നീ അതങ്ങ് തീർക്കുവോ? ഓ എല്ലാ സ്ഥലത്തുള്ള പാത്രങ്ങൾ. അടുക്കള ഞാനൊന്ന് കയറിയല്ലോ. എന്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു അച്ചിങ്ങത്തോരൻ. ഇനി വെളിച്ചെണ്ണ പോരണം. എത്ര പറഞ്ഞു കൊടുക്ക അങ്ങനെ. ഇവള് കുറച്ച് കൂടുതലാട്ടോ വെളിച്ചെണ്ണ വെക്കൽ. അത്ര നിങ്ങളെ വെക്കണ്ട കേട്ടാ. പിന്നെ നിങ്ങളെ ഹസ്ബൻഡ് അടുത്തുനിന്ന് വെറുതെ തെറി കേൾക്കണ്ട. ഇത് തിളച്ചിരിക്കുന്നത്. ഇനിയിപ്പം ഇത്ര ആയാൽ മതി. ഓഫ് ചെയ്യുവാണേ. ഇതായിട്ടുണ്ട്. കളർ കുറച്ചും കൂടി ഉണ്ട്. ഫോണിൽ അത്രയും കളറൊക്കെ അടിക്കുന്നില്ല. മഞ്ഞ കളറല്ലേ നീ പറയണേ? നമുക്കിത് താളിച്ചും കൂടി ഇട്ടാൽ കറിയായി. ഇനി ഇത് ഇതിലേക്ക് താളിക്കണം അല്ലേ? ഇനി ഇത് അത് ഇളക്കണം അല്ലേ? ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഉള്ളി ഇളക്കി കൊടുക്കണ്ടേ? ഇപ്പോൾ ഇവിടെയും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ചട്ടിയിലെ ചൂട് കാരണം തിളച്ചുകൊണ്ടിരിക്കുക കറി. ഇന്നത്തെ ചോറ് അടിപൊളിയല്ലേ? എൻ്റെ വൈഫിൻ്റെ കൈപ്പുണ്യ ഭയങ്കര കൈപ്പുണ്യാണ് കേസ്. എൻ്റെ വൈഫിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ അത് ഉണ്ടാക്കാനാണ് പണി. പക്ഷെ ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഈ നമ്മുടെ അമ്മമാരുടെ കൈപ്പുണ്യമില്ലേ, അത് കിട്ടും വൈഫിൻ്റെ അടുത്ത് നിന്ന്. അതായത് നമ്മളൊക്കെ ഭാഗ്യമല്ലേ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം. അതായത് കൈപ്പുണ്യമുള്ള ഭാര്യനെ കിട്ടുകയെന്ന് വെച്ചാൽ ഒരു ഭർത്താവിൻ്റെ ഭാഗ്യമല്ലേ. അതുപോലെ ഒരു ഭാര്യനെ എനിക്ക് കിട്ടിയത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഐഡിയ മാത്രം അല്ല. ഓ അത് ഇതാണല്ലേ? അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പഴും ഇടലാണോ? കറി താളിച്ചു. ഓക്കെ. ഓ ഇപ്പൊ കാണുമ്പോ തന്നെ തിരിയണുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അയ്യോ എനിക്ക് വേണ്ട. കാരണം പൊള്ളും. ഒന്ന് കൈ കാണിക്കട്ടാ. സോറി മൈക്ക് വെടി.
കണ്ട കളഞ്ഞത് ഓവറാക്കല്ലേ ആ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു ഓവറാക്കല്ലേ ഗൈസ് എൻ്റെ പൊന്നെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഇത് ഞാൻ വെറുതെ തള്ളണല്ല, കിട്ടില്ല. ഇത് ശരിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് ചോറും കൂട്ടി ഇന്ന് എൻ്റെ ചോറിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരിക്കും. പിന്നെ ഓ അത് കേട്ടപ്പോഴേ താമസം വൈപ്പ് പ്ലേറ്റ് കഴുകി. മതി കഴിഞ്ഞോ? ഇനി എന്നാ ഇത് കഴിഞ്ഞു? ഇത് കഴിഞ്ഞോ? ആ അപ്പോൾ നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യുക. വാ ഇങ്ങോട്ട് വാ. അല്ല ഇത് കഴിഞ്ഞില്ലേ? ആ അപ്പോൾ പറ ഇതിന്റെ പേര്. ചെമ്മീൻ മുരിങ്ങക്കോലിട്ട് കറി, തേങ്ങ അരച്ചുള്ള കറി. ഫിനിഷായി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അല്ലേ? അടുത്ത വീഡിയോ കാണില്ല, ഞാൻ അടുത്തൊരു സാധനം കൂടി ഉണ്ടാക്കുന്നുണ്ട്, അതും വീഡിയോ എടുക്കണം. ഓക്കെ, അപ്പോൾ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.